ചൈനയുമായി കൂടുതൽ അടുക്കുകയാണ് ഇന്ത്യ. അപ്പോൾ നിങ്ങളുടെ എല്ലാം മനസ്സിലൊരു ചിന്ത വരും, ചൈന എന്നത് ചതിക്കുന്ന രാജ്യമല്ലേ, ചതിയൻ ചൈനയല്ലേ എന്നുള്ളത്. ഇന്ത്യ ചൈനയിൽ നിന്നും നിരോധിച്ച ടിക്ടോക്ക് അടക്കമുള്ള ആപ്പുകൾക്കുള്ള നിരോധനം നീക്കും എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. അതിർത്തിയിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരു സമവായമായി വരുന്നു. എന്നിരുന്നാലും ഇന്ത്യ ചൈനയെ പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കണം. എന്തൊക്കെയാണ് ഇന്ത്യ എടുക്കുന്ന നടപടികൾ? കൃത്യമായി ചൈനയിൽ ചെന്ന് ഇന്ത്യ സംസാരിച്ചിട്ടുണ്ട്. അതിർത്തി വിഷയത്തിൽ ഇനിയൊരു മാന്തലുണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കും. തായ്വാൻ ചൈനയുടെ അഭിമാന പ്രശ്നമാണ്. നമുക്ക് എങ്ങനെയാണോ കശ്മീർ, അതുപോലെയാണ് തായ്വാനെ ചൈന കാണുന്നത്. ഏത് നിമിഷവും തായ്വാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ സമ്പൂർണ്ണമായി പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ തായ്വാനുമായി ഞങ്ങൾക്ക് നല്ല ബന്ധമാണ്, ആ ബന്ധം ഉപേക്ഷിക്കാൻ യാതൊരു കാരണവശാലും തയ്യാറല്ല എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യ ചൈനയിലേക്ക് കടക്കുന്നത്. ഇത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ചൈനയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഇറക്കുമതി അത് ഇന്ത്യ പറയുന്ന രീതിയിലായിരിക്കുമെന്ന് കൃത്യമായി ഇന്ത്യ പറഞ്ഞിട്ടാണ് ഇറക്കിയത്. അടുത്തത് നമ്മുടെ പട്ടാളക്കാരെ സംബന്ധിച്ചാണ്. അതായത് ചൈന അധിനിവേശം നടത്താതിരിക്കാനും അതിർത്തി മാന്താതിരിക്കാനും നമ്മൾ പട്ടാളക്കാരെയും നമ്മുടെ മോസ്റ്റ് മോഡേൺ വെപ്പൺസും നമ്മുടെ അതിർത്തിയിൽ, ഇന്ത്യ ചൈനീസ് അതിർത്തിയിൽ പലയിടത്തും വിന്യസിച്ചിട്ടുണ്ട്. ഈ അതിർത്തിയിൽ വിന്യസിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യ ചൈന അതിർത്തി തർക്കത്തിൽ ശുഭോദർഗമായ പുരോഗതി ഉണ്ടെങ്കിലും ജാഗ്രത തുടരാനാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലപാട്. കിഴക്കൻ ലഡാക്ക് മുതൽ അരുണാചൽ പ്രദേശ് വരെയുള്ള ഇന്ത്യയുമായിട്ടുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖ LAC, അവിടെയുടനീളം ചൈന അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുള്ളതിനാൽ 3 മണിക്കൂറിനുള്ളിൽ വൻതോതിൽ സേനാ വിന്യാസം നടത്താൻ ചൈനയ്ക്ക് സാധിക്കുമെന്നതിനാലാണ് സൈന്യം ജാഗ്രത തുടരാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. LACയിലുടനീളം ചൈന റോഡുകൾ, പാലങ്ങൾ, തുരങ്കങ്ങൾ എന്നിവയ്ക്ക് പുറമെ സൈനികർക്ക് വൻതോതിൽ തങ്ങാനുള്ള താമസ കേന്ദ്രങ്ങൾ വരെ സജ്ജമാക്കിയിട്ടുണ്ട്. അതിനാൽ നിലവിലെ തീരുമാനപ്രകാരം 180 കിലോമീറ്റർ അകലേക്ക് സൈനികരെ പിൻവലിച്ചാലും ചൈനയ്ക്ക് 3 മണിക്കൂറിനുള്ളിൽ അതേ സ്ഥാനത്ത് ഈ സൈനികരെ തിരിച്ചെത്തിക്കാനായി സാധിക്കും. ആ ഭീഷണി നിലനിൽക്കുന്നതിനാലാണ് ഇന്ത്യ ഇപ്പോൾ കൃത്യമായി ഞങ്ങൾ പിന്മാറില്ല, ഞങ്ങൾ ജാഗ്രത തുടരാൻ തന്നെ തീരുമാനിച്ചിരിക്കുക എന്ന് പറയുന്നത്. നിയന്ത്രണ രേഖയ്ക്കപ്പുറം ഇന്ത്യക്ക് സൈന്യത്തെ എത്തിക്കാൻ ഇപ്പോഴും പ്രതിസന്ധികളുണ്ട്. ചൈനയുടെ ഭാഗത്ത് കൂടുതലും സമനിരപ്പായ പ്രദേശങ്ങളാണെന്നതും അവർക്ക് കൂടുതൽ പ്രയോജനകരമാണ്. എന്നാൽ ഇന്ത്യക്ക് നിയന്ത്രണ രേഖയ്ക്ക് സമീപം അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെങ്കിൽ നിരവധി ഭൗമ സാഹചര്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളെ നേരിടാം. അതായത് ചൈനയുടേത് ഫ്ലാറ്റ് സർഫസാണ്, അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് കെട്ടിപ്പൊക്കാം. പക്ഷേ ഇന്ത്യയുടേത് സമതലങ്ങളല്ല. നമുക്കൊരുപാട് പ്രകൃതി വെല്ലുവിളികളുണ്ട്, അതായത് പ്രകൃതിപരമായിട്ടുള്ള വെല്ലുവിളികളുണ്ട്. എന്തായാലും അതിനാൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അടിസ്ഥാന സൗകര്യ വികസനം മെല്ലെയാണ് പുരോഗമിക്കുന്നത്. ഇത് പൂർത്തിയാക്കുന്നത് വരെ ജാഗ്രത തുടരേണ്ടതുണ്ടെന്നാണ് സൈന്യത്തിൻ്റെ നിഗമനം. 2020 ജൂണിലെ ഗാൽവാൻ സംഘർഷത്തിന് ശേഷം 4 വർഷത്തോളം നീണ്ട സൈനിക വിന്യാസങ്ങൾ പിൻവലിച്ചു തുടങ്ങിയെങ്കിലും ചൈനയെ തൽക്കാലം പൂർണ്ണമായും വിശ്വസിക്കാൻ നമ്മുടെ സൈന്യം തയ്യാറായിട്ടില്ല. നിലവിൽ 100 കിലോമീറ്റർ ദൂരത്തേക്ക് ചൈനീസ് സൈന്യം പിന്മാറിയിട്ടുണ്ട്. ഇന്ത്യയും വൻ തോതിലുള്ള സേനാ വിന്യാസം കുറച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും ചില മേഖലകളിൽ സൈനികർ മുഖാമുഖം നിൽക്കുന്ന സ്ഥിതിയുണ്ട്. ചൈനയുടെ ഭാഗത്ത് 45,000 മുതൽ 50,000 വരെ സൈനികർ LACയുടെ സമീപത്തുണ്ടെന്നാണ് കണക്ക്. ടാങ്കുകൾ, പീരങ്കികൾ, കവചിത വാഹനങ്ങൾ, ഭൂമതല വ്യോമ മിസൈലുകൾ എന്നിവയാണ് ചൈനീസ് സൈന്യം. അതുകൊണ്ടാണ് ചൈനീസ് സൈന്യം നിലയുറപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.